ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആലു പറാത്തയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആട്ടപ്പൊടി നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കുഴച്ച് വെച്ചത്. അതുകൊണ്ട് കുറച്ച് സമയം ഇരുന്നാൽ മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആകും കേട്ടോ. പിന്നെ പൊട്ടറ്റോ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക്, ഇത്രയും വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വരുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇനി കുറച്ച് ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ പല രീതിയിൽ ആലു പൊറോട്ട ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈലാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പുഴുങ്ങിയിട്ട് പച്ച മസാലയായിട്ട് അതേപോലെയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതെനിക്കിഷ്ടമല്ല. എനിക്ക് ഈ ഒരു വാട്ടിയിട്ടുള്ള ഒരു മസാലയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്നിട്ട് വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ ഓൾറെഡി അതിലിട്ടിനെ സ്കിപ്പായി പോയതാണ്. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തീ ഓഫാക്കിയിട്ടൊന്നുമില്ല. തീ സിമ്മിലും ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊട്ടറ്റോ ഒന്ന് ബോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൂവിയിട്ട് നല്ലപോലെ ബോളാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആലു പൊറോട്ടയുടെ ഫില്ലിംഗ് ആണ് കേട്ടോ. ആലു എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ്. അപ്പോൾ പൊട്ടറ്റോ ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ ഡോ നല്ലപോലെ ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് ബോളാക്കി എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 8 പൊറോട്ടയുടെ ബോളാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. ഞാൻ ഒരു പൂരിയുടെ വലുപ്പത്തിൽ ആദ്യം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. മൈദയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 8 ബോളും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ പൊട്ടറ്റോൻ്റെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് മടക്കി നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. പൊട്ടറ്റോ നടുക്കായിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒരു കിഴി പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാം. നമ്മളെ കംഫർട്ട് എന്താണ് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ടിൻ്റെ ഏകദേശം ഒരു റൗണ്ട് പോലെ വരും കേട്ടോ. ഇനി അങ്ങനെയല്ലെങ്കിൽ ഇതേപോലെ മടക്കിയെടുക്കാം. കിഴി പോലെ അല്ലെങ്കിൽ ഇതേപോലെ 4 സൈഡും ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി കൈകൊണ്ട്. എന്നിട്ട് കൈകൊണ്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്താൽ ആ നടുക്ക് വെച്ച ബോൾ രൂപത്തിലുള്ള പൊട്ടറ്റോ മസാല ഒന്ന് പരന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയും ചെയ്തെടുക്കാം. ഏത് രീതിയാണോ നിങ്ങൾക്ക് കംഫർട്ട് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം പെട്ടെന്ന് ഇതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് പരത്തി ചുട്ടെടുക്കാം. മൈദ ഒന്നുകൂടി തൂവി കൊടുത്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. ഇനി നമ്മൾ മടക്കി വെച്ച ഓരോ പൊറോട്ട റോളും എടുത്തിട്ട് നല്ല പോലെ മൈദയിൽ കോട്ട് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് മെല്ലെ മെല്ലെ പരത്തിയെടുക്കും. മെല്ലെ മെല്ലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കും. അപ്പോൾ പരത്താനൊക്കെ എക്സ്പേർട്ടാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പൊക്കെ കിട്ടും കേട്ടോ. സാധാ ചപ്പാത്തി പരത്തുന്ന പോലെ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ അങ്ങനെ പരത്തി പോകരുത്. മെല്ലെ മെല്ലെ പരത്തിയിട്ട് ഒരു മീഡിയം കട്ടിയിൽ വേണം നമ്മളിത് പരത്താൻ കേട്ടോ. ഒരുപാട് തിന്നാവരുത്, ചെറിയൊരു കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാനൊന്ന് നിങ്ങളെ മെല്ലെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. സ്പീഡാക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ മെല്ലെ മെല്ലെ ഒന്ന് പരത്തിയെടുക്കുക. പറ്റിപ്പിടിക്കുക കോല് നമ്മൾക്ക് പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മൈദ തൂക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. മെല്ലെ മെല്ലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ
പൊറോട്ട ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഓയിലാണെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് അവസാനം വേണമെങ്കിലും ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഫ്രൈ പാന് ചപ്പാത്തി ചുട്ട് ഒരിതായതുകൊണ്ട് ഞാനൊന്ന് നെയ്യ് തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്, മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ അടിഭാഗം ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 തവണ ഇതേപോലെ മറിച്ചും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ മുകൾ ഭാഗം ഡ്രൈ ആയതുകൊണ്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം ഏകദേശം ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് മറിച്ചിടണം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗം കുക്കായിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ ജസ്റ്റ് പൊങ്ങി വരും കേട്ടോ. ഒരുപാട് പൊങ്ങൊന്നുമില്ല, എന്നാലും കുറച്ച് പൊങ്ങി വരും. നമ്മളെ സ്പാച്ചില കൊണ്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒന്നുകൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇനി ഒരുപാട് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കായിട്ടുണ്ട്, 2 സൈഡും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റാം. ഇതേപോലെ എല്ലാ ചപ്പാത്തിയല്ല ആലു പൊറോട്ടയും നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 നൈഫ് കുട്ടികൾ ഓൾറെഡി കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് കാസറോളിലേക്ക് മാറ്റാം. ചൂടോടെ നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ചട്നി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. നമുക്ക് പുതിന ചട്നി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ 2 ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് കഴിക്കാനാണ്. നല്ല സോഫ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ആലു ആയതുകൊണ്ട്, അതായത് ഉരുളക്കിഴങ്ങാണല്ലോ ആലു, അപ്പോൾ ആലു ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. നമുക്ക് ഈ ചപ്പാത്തി ഇഷ്ടപ്പെടാത്തവർക്ക് എന്തായാലും ഈ ആലു പൊറോട്ട ഇഷ്ടമാകും കേട്ടോ. നല്ല സോഫ്റ്റാണ്. എന്താ ഉള്ളിലൊക്കെ നമ്മുടെ മസാല ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സോസും കൂടി കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വേറൊന്നും വേണ്ട, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.